ഹൈദരാബാദിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ റാമോജി ഫിലിം സിറ്റി. അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓരോ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ കിട്ടും. അതാണ് ഒട്ടിക്കുന്നതാണ് കേട്ടോ. അതിൽ 1500 ടിക്കറ്റും ഉണ്ട്, 2500 ടിക്കറ്റും ഉണ്ട്. 2500 ടിക്കറ്റ് ആകുമ്പോൾ AC ബസ്സിൽ ട്രാവൽ ചെയ്യാം. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ 1500 ടിക്കറ്റാണ് ആദ്യമേ എടുത്തത്. അതാണ് റെഡ് കളർ സ്റ്റിക്കർ, മറ്റേത് യെല്ലോ കളർ സ്റ്റിക്കർ. ഇതേപോലെ ബസ്സിൽ കയറിയിട്ട് നമുക്കിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കൊരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. വെൽക്കം ഡാൻസിൻ്റെ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. As a time. Finished as a time. ഇനി നമ്മൾ പോകുന്നത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകളിലോട്ടാണ്. അതുപോലുള്ള വീടുകൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എയർപോർട്ട് എങ്ങനെയാണ് എന്നുള്ളത് കൂടി കണ്ടിട്ട് വരാം. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ബാഹുബലിയുടെ സെറ്റിലേക്കാണ്. ബാഹുബലിയുടെ സെറ്റ് ഇതുവരേക്കും അവർ അഴിച്ചു മാറ്റിയിട്ടില്ല. ബാഹുബലിയുടെ 3rd പാർട്ട് എടുക്കുന്നത് കൊണ്ട് അവർ അത് മാറ്റിയിട്ടില്ല. ബാഹുബലിയുടെ സെറ്റിലോട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ബാഹുബലി സിനിമ കണ്ട അതേ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ട ആ ഒരു ഫീലിംഗ് ആണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓരോന്നും ഓർമ്മ വരും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാഹുബലിയുടെ സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനായിരുന്നാലും റെയിൽവേ സ്റ്റേഷൻ, സെൻട്രൽ ജയിൽ, ഇതിൻ്റെയൊക്കെ പേരുകൾ മാത്രം സംവിധായകരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ ഈ ബോർഡുകളെല്ലാം ഒന്നായിരിക്കും. ഏത് സെൻട്രൽ ജയിലാണെന്ന് വെച്ചാൽ ആ സെൻട്രൽ ജയിലിൻ്റെ പേരിടും. അവർ എവിടെയാണെന്ന് വെച്ചാൽ, അതുപോലെ ക്ഷേത്രമായിരുന്നാലും ഏത് വിഗ്രഹമാണെന്ന് വെച്ചാൽ സംവിധായകൻ ഏത് വിഗ്രഹം കൊണ്ടുപോയിക്കുന്നു ആ ക്ഷേത്രം. ദേവീക്ഷേത്രമാണെങ്കിൽ അത്, ഗണപതി ആണെങ്കിൽ ഗണപതി, പരമശിവനാണെങ്കിൽ അങ്ങനെ ഓരോ ഇതും മാറിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ വേറൊന്നിനും വ്യത്യാസം വരുന്നില്ല കേട്ടോ. നമ്മൾ ഓരോ സിനിമയിലും കണ്ട നമ്മൾ ഓരോ സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ വരും. കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം, ഒരു ദിവസം മുഴുവനും കണ്ടാലും തീരാത്തത്ര സ്ഥലമുണ്ട്. പിന്നെ ഫുഡും എല്ലാം അതിനകത്തുനിന്ന് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ പൈസ അടയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. എല്ലാ കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടം. പിന്നെ നമുക്ക് ഒരുപാട് ടയേർഡൊന്നും ആവത്തില്ല. നമ്മൾ അവരെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും അവൻ്റെ ബസ്സുകളിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് സ്റ്റണ്ട് സീനൊക്കെ അവരെങ്ങനെയാണ് ഫൈറ്റ് സീനൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അവിടെ പോകുമ്പോൾ നമ്മൾ ഈ 1500 ടിക്കറ്റ് ആണെങ്കിലും 5 അഡ്വഞ്ചറായിട്ടുള്ള റൈഡുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. നമ്മളതിൽ കയറില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ 300 കുട്ടികളുണ്ടായിരുന്നുകൊണ്ട് നമ്മളതിൽ കയറാൻ നിന്നില്ല. കാരണം സ്ഥലങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ.
ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു കേവിലോട്ടാണ്. നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന അതേ ഫീലിംഗ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ കണ്ട സിനിമകൾ, ഞാൻ പറയില്ലേ, കണ്ട സിനിമകൾ നമുക്ക് ഓർമ്മിക്കുന്ന വിധത്തിലുള്ള ഓരോ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ബോട്ടിൽ കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് വെള്ളം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം കേട്ടോ. Boys, stop it.